Bismillah, alhamdulillah, salatu wassalamu ala ashraf rasulillah sallallahu wasallam ala nabiyil kareem wa ba'd. Allahumma rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ കർമ്മോത്സവരായ പ്രവർത്തകന്മാരെ, സയ്യിദന്മാരെ, സാദാത്തുക്കൾ, ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ റേഡിയോ ശ്രോതാക്കളെ, വളരെ സജീവമായി റൂമിൽ ഒരുപാട് ആളുകളുണ്ട്. സാജി ഹംദ് ഉസ്താദ് അടക്കം, ബഹുമാനപ്പെട്ട ദിൽഷാദ് അബൂബക്കർ സാഹിബ്, യൂസുഫ് ക, അങ്ങനെ ഒരുപാട് ഉസ്താദുമാരും നമ്മുടെ KCR-ന്റെ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, ശ്രദ്ധേയമായ ഒരു പരിപാടിക്ക് വേണ്ടി നമ്മളൊക്കെ കാതോർത്തിരിക്കുകയാണ്. വന്ദരായ മുസ്തഫ അഷ്റഫി കക്കുപടിയും അഭിനന്ദരായ MT അബൂബക്കർ ദാരിമിയും നേതൃത്വം നൽകുന്ന ആദർശ ചർച്ച, പേരാമ്പ്രയിൽ അറം പറ്റിയ വഹാബിസം, കഴിഞ്ഞ ദിവസം നടന്ന ശ്രദ്ധേയമായ അസ്ലമി, അത് റൂമിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ആരൊന്നും കരുതരുത്. ശ്രദ്ധേയമായ ഒരു സംവാദം, സുന്നത്ത് ജമാഅത്തിന്റെ ശക്തിയും മികവും അടിസ്ഥാനവുമൊക്കെ, അതിന്റെ ബേസുമൊക്കെ സമുദായത്തിന് മുന്നിൽ പ്രൗഢഗംഭീരമായി വരച്ചു കാണിക്കുകയായിരുന്നു SKSSF-ന്റെ ചുണക്കുട്ടികളായ ഉസ്താദുമാർ. കേരളത്തിൽ നാളിതുവരെ കേട്ടുകേൾവിയില്ലാത്ത പൊള്ളത്തരങ്ങളും വാദങ്ങളും സമുദായത്തിന്റെ മുന്നിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ കേരളത്തിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ മുശ്രിക്കുകളും കാഫിറുകളുമാക്കി ചിത്രീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. അവരുടെ വാദം എപ്രകാരമായിരുന്നു: നിങ്ങളാരും യഥാർത്ഥത്തിലുള്ള മുസ്ലിമീങ്ങളല്ല, നിങ്ങൾ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. മക്കയിലെ മുശ്രിക്കുകളെക്കാൾ കൊടിയ മുശ്രിക്കുകളാണ് നിങ്ങളെന്ന് ഇവിടുത്തെ പാവപ്പെട്ട സുന്നികളായ ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം, അത് അതിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ പ്രൗഢമായ സാന്നിധ്യം എന്നും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശിഷ്യ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒന്നാമത്തെ ക്ലാസായ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി വരുന്ന ശക്തികളെ എതിർക്കുകയും പൊതുജനത്തിന് കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്ന ഒന്നാമത്തെ ക്ലാസ്, അത് കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു നേർക്കാഴ്ചയായിരുന്നു ഇന്നലെ നമ്മൾ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ സമീക്ഷിച്ചു. അടിസ്ഥാനപരമായി തൗഹീദ് എന്ന വിഷയത്തിൽ നടന്ന ചർച്ച വഹാബികൾക്ക് ഉത്തരം മുട്ടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഏറ്റവും അടിസ്ഥാനം തൗഹീദാണ്. മുജാഹിദുകളായ ആളുകൾ, ബിദ്അത്തിന്റെ കക്ഷികൾ ഇവിടെ ആരോപിച്ചിരുന്നത് നിങ്ങളുടെ തൗഹീദിൽ പിഴവ് പറ്റിയിട്ടുണ്ട് എന്നാണ്. നിങ്ങളുടെ തൗഹീദിൽ അടിസ്ഥാനപരമായി നിങ്ങളുടെ വിശ്വാസ ആദർശ കാര്യങ്ങളിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ മുജാഹിദുകളായ ആളുകൾ പാവപ്പെട്ട സുന്നികളെ ആക്ഷേപിച്ചിരുന്നത്.
സത്യത്തിൽ ആർക്കാണ് തൗഹീദ് പിഴച്ചത്? ആരുടെ തൗഹീദാണ് 1, 2, 3, 4, 5, 6, 7, 8 അതിലപ്പുറവുമായി പൊട്ടിത്തെറിക്കുന്ന രീതിയിലേക്ക് സമകാലിക സംഭവ സാഹചര്യങ്ങൾ മാറിയത്? സുന്നികളെ ആക്ഷേപിക്കാൻ വേണ്ടി വന്നവർ സത്യത്തിൽ ഇപ്പോൾ എത്ര വകുപ്പായി, എത്ര ടീമായി മാറി എന്ന് നമ്മളൊരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. 1921 ശേഷം നിലവിൽ വന്ന ഈ സംഘടന അതുവരെ ഇവിടെയുള്ള ആലിമീങ്ങളും സലഫ് സാലിഹ്യങ്ങളും സാദാത്യങ്ങളുമൊക്കെ ജീവിതത്തിൽ അനുവർത്തിച്ചു പോന്ന മനോഹരമായ ആ ഒരു ജീവിത ശൈലിയെയും ചുറ്റുപാടിനെയും ഒക്കെ പുച്ഛിച്ചുകൊണ്ട് തള്ളിക്കൊണ്ട് ദീനിനെ വികലമാക്കുന്ന തരത്തിലേക്ക് കാഴ്ചകൾ പോയി. അപ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം തന്നെ രൂപം കൊള്ളുന്നത്. അടിസ്ഥാനപരമായി ഇവരോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ആ ഒരു വിഷയത്തിൽ മാത്രം ചോദിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനം അറം പറ്റി താഴെ വീഴുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. സത്യത്തിൽ ഇന്നലെ അഭിമന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും ഒക്കെ നേതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, നമ്മുടെ അഭിമാന ഭാജനങ്ങളായ അഭിമന്യരായ മുസ്തഫ അഷ്റഫി കക്കുപ്പടിയും MP അബൂബക്കർ ദാരിമിയും ഒക്കെ കൃത്യമായ ചോദ്യങ്ങൾ വഹാബികളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നതോടുകൂടി വഹാബികൾക്ക് മറുപടി പറയാൻ കഴിയാതെ അറം പറ്റൽ കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. മറുപടിയൊന്നും പറയാനില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഞാഞ്ഞൂലിന്റെ പേര് പറഞ്ഞുകൊണ്ട് അത് ചർച്ചാ വിഷയമാക്കി അതും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരുടെ മുന്നിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത്. അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യുകയും വേണ്ടത് വേണ്ട രീതിയിൽ മറുപടി പറയാൻ ഉസ്താദന്മാർക്ക് കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും SKSSF-നെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായ അടിസ്ഥാനമുണ്ട്, ബേസ് ഉണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരും സാദാത്യങ്ങളും സച്ചരിതരായ ഔലിയാക്കന്മാരും ഒക്കെ നമ്മുടെ മുമ്പിൽ കൃത്യമായ പാത വെട്ടിത്തെളിച്ച് തന്നിട്ടുണ്ട്. അത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്നു ചേരുന്നതാണ് ആ പാതയുടെ അവസാനം എന്ന് പറയുന്നത്. ആ മാർഗമാണ് യഥാർത്ഥത്തിലുള്ള പാത. ഇന്നഹാദാ സിറാത്തി മുസ്തഖീമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന്റെ മുമ്പിൽ കൃത്യമായി വരച്ചു കൊടുത്ത ആ മാർഗം സിറാത്തുൽ മുസ്തഖീം. ആ മുസ്തഖീമായ പാതയിലൂടെയാണ് മഹാന്മാരായ ഔലിയാക്കളും പണ്ഡിതന്മാരും സാദാത്യങ്ങളും ഒക്കെ സഞ്ചരിച്ചു പോന്നിട്ടുള്ളത്. ആ ഒരു പാത തന്നെയാണ് നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ കാണിച്ചു തന്നിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ സുന്നത്ത് ജമാഅത്തിന് വിപരീതമാണ്. സുന്നത്ത് ജമാഅത്തിന് പുറത്താൻ മഹാന്മാരായ പണ്ഡിതന്മാരും മൗലിയാക്കന്മാരും ഖുലഫാഉർ റാഷിദീങ്ങളും തബഉ താബിഈങ്ങളും താബിഈങ്ങളും ഒക്കെ കാണിച്ചു തന്ന ആ മാർഗത്തിൽ നിന്ന് മാർഗഭ്രംശം സംഭവിച്ച വഴികളും പ്രസ്ഥാനങ്ങളും ഒക്കെയാണ് നമ്മുടെ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളേറെ അഭിമാനിക്കേണ്ടവരാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിൽ നമ്മൾക്ക് ഉൾപ്പെടാൻ കഴിഞ്ഞു, അതിന്റെ ഒരു ഭാഗമാകാൻ നമുക്ക് കഴിഞ്ഞു എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനർഘ നിമിഷമായി നമ്മൾ ഹൃദയത്തിൽ താലോലിക്കേണ്ട കാര്യമാണ്. അപ്പോഴാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി ഇതാണെന്ന് കൂടുതൽ ബോധ്യപ്പെടുന്നത്. ഏതായാലും നമ്മളൊക്കെ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ സംവാദത്തിന്റെ ചർച്ചയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സംശയ നിവാരണങ്ങളുമൊക്കെ ഇൻഷാ അല്ലാഹ് ബഹുമാനരായ മുസ്തഫ അഷ്റഫി കക്കുപ്പടി ഉസ്താദുകൾ സമയമായിട്ടുണ്ടെങ്കിൽ, ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്ത് മുകളിൽ വരണം എന്നറിയിക്കുകയാണ്. വന്നിരായ MP അബൂബക്കർ ദാരിമി വരും എന്ന് പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് സമയത്ത് എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ റൂമിലും പോയി കാര്യങ്ങൾ കൃത്യമായി അമീർ ഇങ്ങനൊരു സാഹിബ്, നമ്മളെ റൂമിന്റെ അമീറാണ്, അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു വിശദീകരണം, ഒരു സൽപാന്താവിലേക്കുള്ള നന്മയുടെ തീരത്തേക്കുള്ള ഒരു ക്ഷണം നടക്കുന്നുണ്ട്. വിളിക്കുക, എല്ലാവരെയും വിളിക്കുക. നന്മയുടെ പൂന്തോപ്പായ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് എല്ലാവരെയും എത്തിക്കുക. ആളുകൾ കാര്യം ബോധ്യപ്പെടുന്നവനെ സംബന്ധിച്ചിടത്തോളം
അവന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാകുമെങ്കിൽ, ഒരാളെ കൊണ്ടെങ്കിലും ഹിദായത്ത് കിട്ടിയെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഒരാൾ എങ്കിലും നീ കാരണം ഹിദായത്തായാൽ ഭൂമിയും അതിനു മുകളിലുള്ള സർവസ്വത്തിനേക്കാളും ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞതുപോലെ ഒരാളെങ്കിലും നാം വഴി നന്നായി കഴിഞ്ഞാൽ അത് നമുക്ക് കൂടി ഉപകാരപ്പെടുന്ന കാര്യമാണ്. അല്ലാതെ കുരങ്ങനെ സംബന്ധിച്ചിടത്തോളം, കുരങ്ങന്റെ ഏർപ്പാടുമായി നടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, കുടം പോയാലും കൈ പോയാലും വേണ്ടില്ല എനിക്ക് കുടം കിട്ടണം എന്നുള്ള ഏർപ്പാട് നടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് കൃത്യമായി എല്ലാവരും ഇവിടെ വരുന്ന കാര്യങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഇന്നലെ നടന്ന സംവാദത്തിന്റെ പൂർണ്ണ വിശദീകരണങ്ങളുമായി സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ബഹുമാന്യരായ മുസ്തഫ അഷ്റഫി കക്കുപ്പടിയും MT ബുക്രദാരി ഉസ്താദുമാരൊക്കെ എത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ കൃത്യമായ തെളിവുകളുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരും സലഫ് സ്വാലിഹീങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിൽ കാണിച്ചു വെച്ച മനോഹരമായ ഒരു മാർഗമുണ്ട്. ആ മാർഗം വഴിയാണ് നമ്മൾ ഇന്നും മുന്നോട്ട് പോയിട്ടുള്ളത്. സ്വന്തമായി നമ്മൾ പടച്ചുണ്ടാക്കുന്നതൊന്നുമില്ല. ഔലിയാക്കന്മാരും സ്വഹാബികളും താബിഈങ്ങളും തബഅ താബിഈങ്ങളും പണ്ഡിതന്മാരും അഹ്ലു സുന്നയുടെ നേതാക്കന്മാരും ഒക്കെ കാണിച്ചു തന്ന മാർഗത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ കിതാബുകളുടെ തെളിവുമുണ്ട്. ഇതിനൊക്കെ സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം കിതാബുകളിൽ എല്ലാ കാര്യങ്ങൾക്കും തെളിവുണ്ട്. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ കേരളത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വ്യാപനം നടന്നുവെങ്കിൽ ആ ഇസ്ലാം വ്യാപിച്ച മഹാന്മാരായ സ്വഹാബത്തെ കിറാമും അവരെ തുടർന്ന് വന്ന ആളുകളുമൊക്കെ അനുധാവനം ചെയ്ത ആ മനോഹരമായ സച്ചരിതരായ പണ്ഡിതന്മാർ സഞ്ചരിച്ച പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് മഹാന്മാരെ അംഗീകരിക്കുന്ന പാരമ്പര്യമാണ്. മഹാന്മാരെ ഒഴിവാക്കിയിട്ട് നമുക്കൊരു പാരമ്പര്യമില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഒഴിവാക്കിയിട്ട് നമുക്കൊരു പാരമ്പര്യമില്ല. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ഒഴിവാക്കിയിട്ട് നമുക്കൊരു പാരമ്പര്യമില്ല. മഹാനായ ഇമാം അനസ് മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഒഴിവാക്കിയിട്ട് നമുക്കൊരു പാരമ്പര്യമില്ല. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ഒഴിവാക്കിയിട്ട് നമുക്കൊരു പാരമ്പര്യമില്ല. മഹാനായ ഇമാം നവവി അടക്കമുള്ള ഇമാം റാസി അടക്കം ഇമാം ഖുർത്തുബി അടക്കം ഇമാം സുയൂത്തി അടക്കം ഇമാം നവവി അടക്കം അങ്ങനെ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട്. നമ്മളൊറ്റക്കല്ല. ഈ ഒരു പാതയിൽ അവസാനത്തെ കണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് കൃത്യമായ പാരമ്പര്യമുണ്ട്. ഒരു എൻഡ് നമ്മുടെ അവസാനം എത്തിച്ചേരുന്നത് അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും പിന്നീട് അത് അല്ലാഹുവിലേക്കും ജല്ല ജലാലായ അല്ലാഹുവിലേക്കുമാണ്. ആ ഒരു പാതയിലാണ് നമ്മളൊക്കെ സഞ്ചരിച്ചിട്ടുള്ളത്. അല്ലാതെ സ്വന്തമായി പടച്ചുണ്ടാക്കിയ വിദണ്ഡവാദങ്ങളുടെയും വിഭജനവാദങ്ങളുടെയും ഒന്നും പിന്നാലെയല്ല നമ്മൾ നിൽക്കുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു വെട്ടിത്തെളിച്ചു തന്ന വഴി, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വെട്ടിത്തെളിച്ചു തന്ന വഴി, ഇമാം നവവി തങ്ങളുടെ വഴി, ഈ ഒരു പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെക്കാൾ വലിയ ഉമർ മൗലവി ഇല്ല, ഇവരെക്കാൾ വലിയ സക്കരിയ സലാഹി ഇല്ല, ഇവരെക്കാൾ കൂടുതൽ കിതാബ് തിരിഞ്ഞ ഹനീഫ ഇല്ല, ഇവരെക്കാൾ കൂടുതൽ കിതാബ് തിരിഞ്ഞ അനസ് മൗലവി ഇല്ല. എന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഞങ്ങളാണെന്നും പറഞ്ഞ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ പിൻഗാമികൾ ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പാവപ്പെട്ട സുന്നികളെ, പാവപ്പെട്ട ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുഅ്മിനുകളുടെ ഈമാൻ അപതാളത്തിലാക്കാൻ വേണ്ടി ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം കേരളത്തിലുള്ളിടത്തോളം കാലം അത് വൃഥാവിലാണ്. അത് വൃഥാ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന വെറും തോന്നൽ മാത്രമാണ്. പോകേണ്ടിടങ്ങളിലൊക്കെ ഞങ്ങൾ പോകും, പ്രചരണം നടത്തേണ്ടിടത്തൊക്കെ ഞങ്ങൾ പ്രചരണം നടത്തും, സ്റ്റേജ് കെട്ടേണ്ടിടത്തൊക്കെ ഞങ്ങൾ സ്റ്റേജ് കെട്ടും, മുഖാമുഖം നടത്തേണ്ടിടത്തൊക്കെ ഞങ്ങൾ മുഖാമുഖം നടത്തും, പോയി സംവാദം നടത്തേണ്ടിടത്തൊക്കെ ഞങ്ങൾ സംവാദം നടത്തും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് ഇവിടെ കൃത്യമായ അജണ്ടകളുണ്ട്. സമുദായത്തിന്റെ മുമ്പിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. അത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമുദായത്തിന്റെ മുന്നിലേക്ക് നടത്താൻ വേണ്ടി ഇതിന്റെ പണ്ഡിതന്മാർ
പ്രവാചകന്മാരോട് ആഹ്വാനം ചെയ്ത് അന്നത്തെ കാലത്ത് കൊടിപ്പിടിച്ച് കയ്യിൽ തന്നതാ. ഇത് ഈ ലോകത്തിന്റെ അവസാനം വരെ മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കാലം വരെ ഈ സംഘടന, ഈ സംഘശക്തിയൊന്നും തിന്മക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കും. സുന്നത്ത് ജമാഅത്തിന് വിപരീതമായി, ഘടകവിരുദ്ധമായി സമുദായത്തിന്റെ മുമ്പിൽ ഉദണ്ഡവാദങ്ങളുമായി വന്നാൽ അവരൊക്കെ തോട്ടെറിഞ്ഞ റബ്ബിക്കടലിലേക്ക് വലിച്ചെറിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രവർത്തകന്മാരെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സത്യത്തിന്റെ വഴിയിലാണ്, നമ്മൾ നന്മയുടെ വഴിയിലാണ്, നമ്മുടെ ഹക്കിന്റെ പാതയിലാണ്. ഈ വഴിയിലൂടെ മഹാന്മാര് പാതേയമൊരുക്കിയ പാതയിലാണ് നമ്മളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഓരോ സംവാദം കഴിയുമ്പോഴും, ഓരോ മുഖാമുഖം കഴിയുമ്പോഴും ഒക്കെ ഇത്തരത്തിലുള്ള ആളുകൾ സമുദായത്തിൽ ഭിന്നതയുമൊക്കെ ഉണ്ടാക്കി മഹാന്മാരായ പണ്ഡിതന്മാരെയും സദാത്യങ്ങളെയും ഒക്കെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന ആളുകൾ നിലം പറ്റുന്ന കാഴ്ച, തോറ്റു തൊപ്പിയിട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രമാണങ്ങളുടെ മുമ്പിൽ തോൽക്കുകയാണ്, പ്രമാണങ്ങളുടെ മുമ്പിൽ തോൽക്കുകയാണ്. പ്രമാണം അതിന്റെ മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ തോറ്റുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മളെന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു നേർക്കാഴ്ച കൂടി ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞു. കൃത്യമായി തൗഹീദ് എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ശിർക്ക് എന്ന് ചോദിച്ചാൽ മാനദണ്ഡം മഹാന്മാരായ പണ്ഡിതന്മാർ തൗഹീദിനെ കുറിച്ച് എന്ത് പറഞ്ഞു, ശിർക്കിനെ കുറിച്ച് എന്ത് പറഞ്ഞു, അതേത് കിതാബിൽ എങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല, അവർക്ക് പറയാൻ പറ്റില്ല. കാരണം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എന്താണ് തൗഹീദിന്റെ മാനദണ്ഡം, എന്താണ് ശിർക്കിന്റെ മാനദണ്ഡം. ഒരാളുടെ പേരിൽ ശിർക്കും കുഫറും ആരോപിക്കണമെങ്കിൽ എന്താണ് അവിടെ മാനദണ്ഡം, ഏത് ഇമാമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കൃത്യമായി ഓരോരുത്തർക്കും ബോധ്യമാണ്. നമ്മുടെ പ്രമാണങ്ങളിലത് വളരെ മനോഹരമായി വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ പ്രമാണം കിതാബെടുത്ത് പോകുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഡിക്ഷണറി നോക്കി അർത്ഥം വെക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. അതിന്റെ ഒരു നേർക്കാഴ്ച കൂടി ഇന്നലെ കാണാൻ കഴിഞ്ഞു. ഓക്കെ, ഇൻഷാ അല്ലാഹ് സാജി ഉസ്താദൊക്കെ ഉണ്ടെങ്കിലും മൈക്കിൽ വരണം. അഷ്റഫ് ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടാ? മുസ്തഫ അഷ്റഫി കക്കുബടി ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ റീസാൻഡ് ചെയ്ത് മുകളിൽ വരണം അറിയിക്കുകയാണ്. ഉസ്താദ് വരുന്നവരെ ഇങ്ങനെ തുടരാന്ന് കരുതി. ഏതായാലും 10 മണി എന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് ആളുകളുടെ റേഡിയോയിലൊക്കെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, നാട്ടിൽ നിന്നുള്ള ആളുകളുണ്ട്. ഏതായാലും എത്തിക്കണമെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യണം എന്നറിയിക്കുകയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദുമാർ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നേതൃത്വം കൊടുക്കാൻ ഒരു ഉന്നതാധികാര സമിതി മുൻപേ നടക്കാൻ നമുക്ക് ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്ക് ബേജാറാവേണ്ടതില്ല. കൃത്യമായി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാനും ബോധ്യപ്പെടുത്താനും സ്വന്തം അർത്ഥം വെക്കുന്ന തരത്തിലേക്കല്ല. ഉസ്താദുമാരെങ്ങനെ അർത്ഥം വെച്ച് എങ്ങനെ അർത്ഥം വെക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. സ്വന്തമായി ഡിക്ഷണറി എടുത്തിട്ട് നാട്ടിക മുസ്ലിം പറഞ്ഞാല് വല്ലവും ഇതിനൊക്കെ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കാരം കഥ. അപ്പൊ കൃത്യമായി നമ്മുടെ മുമ്പിൽ ഉസ്താദുമാര് പിന്നെ ഉണ്ട്. മാഷാ അല്ലാഹ് ഒന്നരായ മുസ്തഫ അഷ്റഫി ഉസ്താദ് അവർകള് റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ എല്ലാവരെയും, എല്ലാ വഹാബികളും ഇവിടെ വൈലക്സിൽ എത്ര റൂമുണ്ട്, പിന്നെ ഇയാൾക്കൊക്കെ ഓരോ റൂമുണ്ടല്ലോ, സക്കരിയ സലാഹിന്റെ ഒരു റൂം, പിന്നെ മറ്റു ചങ്ങായിന്റെ, ഓരോരുത്തർക്കും ഓരോ റൂമുണ്ട്. എല്ലായിടത്തും ഒരു സകല വഹാബികളോടും വരാൻ പറയാം. ഇവിടെ കൃത്യമായി കാര്യങ്ങൾ സമുദായത്തിന് മുമ്പിൽ പറയാൻ പോവുകയാണ് എന്നറിയിച്ചുകൊണ്ട് ആ KNM റൂമിലും പിന്നെ ഇസ്ലാഹി റൂമിലും സകല റൂമിലും അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി ഉസ്താദിന്റെ സാന്നിധ്യം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനെ, സംസ്ഥ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്നതാണ്. നമ്മുടെ കട്ട് ഉണ്ടോ? എന്റെ ശബ്ദത്തിൽ കട്ടുണ്ടോ? എന്റെ ശബ്ദത്തിൽ കട്ടുണ്ടോ? ഓക്കെ, എന്റെ ശബ്ദത്തിൽ കട്ടില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എപ്പോ ഏതായാലും ഉസ്താദ് റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. ഉസ്താദിന്റെ പിന്നെ ഉസ്താദിനെ വളരെ സ്നേഹപൂർവ്വം, ഔപചാരികതകളൊന്നും പിന്നെ വേണ്ടതില്ല. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ സജീവ സാന്നിധ്യമാണ്. എന്തായാലും എല്ലാ പ്രവർത്തകർക്കും വേണ്ടി നമ്മുടെ ഇന്നലെ നടന്ന പേരാമ്പ്രയിൽ
അറം പറ്റിയ വഹാബിസം എന്ന വിഷയത്തിൽ അതിനെക്കുറിച്ചുള്ള പ്രൗഢഗംഭീരമായ ഒരു വിശദീകരണം, ഒരു അവലോകനം ഇൻഷാ അല്ലാഹ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നടക്കാൻ പോവുകയാണ്. എല്ലാ സുഹൃത്തുക്കളെയും സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ നിന്ന് ഇങ്ങനെ പിടിവള്ളി വിട്ട് താഴേക്ക് വീഴാൻ പോകുന്ന ആളുകൾ, വീണയാളുകൾ, കുളത്തിൽ ചാടി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവരെയും പിടിച്ചു വലിച്ച് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ എത്തിക്കുക. ഉസ്താദിനെ വളരെ സ്നേഹപൂർവ്വം, വളരെ ആദരപൂർവ്വം മൈക്കിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.